നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു ക്ലാസ് ഉണ്ട് അല്ലേ, ഒരു ഒബ്ജക്റ്റ് ക്ലാസ്സും ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു മെയിൻ ക്ലാസ്സും. ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് രണ്ട് ക്ലാസ് ആണ്. അതായത് എ എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിനെ പറയുന്ന പേരാണ് സൂപ്പർ ക്ലാസ് എന്നും, അതുപോലെ തന്നെ ചൈൽഡ് ക്ലാസ്സിനെ പറയുന്ന പേരാണ് സബ് ക്ലാസ് എന്നും. അപ്പോൾ പാരൻറ്റ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എവിടെ ഉണ്ടാകും? എൻ്റെ ചൈൽഡ് ക്ലാസ്സിൽ ഉണ്ടാകും. അപ്പോൾ പാരൻറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചൈൽഡ് വെച്ച് ഞാനിവിടെ ഡിറൈവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പാരൻറ്റ് ക്ലാസ്സിൻ്റെയും ചൈൽഡ് ക്ലാസ്സും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് നമ്മുടെ എന്തെന്ന് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻഹെറിറ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് നമുക്ക് പല രീതിയിലുള്ള ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ സിംഗിൾ ലെവൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരൊറ്റ ലെവലേ ഉണ്ടാകുള്ളൂ. ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ടാകും, ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടാകും. പിന്നെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പാരൻറ്റ് ക്ലാസ്സും അതുപോലെ തന്നെ അതിനെ ചുറ്റിയിട്ടുള്ള ബാക്കി ചൈൽഡ് ക്ലാസ്സും. പിന്നെന്താ, ഇപ്പോൾ ഇത് വരുമ്പോൾ എന്താ, സിയുടെ പാരൻ്റാണ് ബി, ബിയുടെ പാരൻ്റാണ് എ. അതാണ് എന്തെന്ന് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് രണ്ട് പാരൻറ്റും ഒരു ചൈൽഡും ഉണ്ടാകും. അതാണ് എന്തെന്ന് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ജാവ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ടേമാണ്. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഇൻഹെറിറ്റൻസ് ആണ് ഹൈറാർക്കിക്കൽ ലെവൽ ഇൻഹെറിറ്റൻസ്. ദാറ്റ് മീൻസ് ഒരു റൂട്ട് നോഡ് ഉണ്ടാകും, അതിനെ ചുറ്റി എന്താ കുറച്ച് ലീഫ് നോഡ് ഉണ്ടാകും, ബിയും സി ഡി, അതുപോലെ എന്താ കുറച്ച് ലീഫ് നോട്ട്സുകളും ഉണ്ടാകും. ഇതാണ് എന്തെന്ന് ഇൻഹെറിറ്റൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ കാണുന്നത് ജാവയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ്. അപ്പം നമ്മളിവിടെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് ഈ എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്, സബ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, സൂപ്പർ ക്ലാസ് നെയിം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നിരിക്കണമെങ്കിലാണെങ്കിൽ ഇപ്പോൾ എയും ബിയും ആണ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എ എന്ന് പറയുന്നത് എൻ്റെ സൂപ്പർ ക്ലാസ് ആണെങ്കിൽ, ബി എന്ന് പറയുന്നത് എൻ്റെ സബ് ക്ലാസ് ആണെങ്കിൽ, എ എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതേണ്ടത് സൂപ്പർ ക്ലാസ്സിൻ്റെ അവിടെ. അതുപോലെ തന്നെ സബ് ക്ലാസ്സിൻ്റെ അവിടെ എന്ത് വരും? ബി എന്ന് വരും. അപ്പോൾ എങ്ങനെ എഴുതാം? ക്ലാസ് ബി എക്സ്റ്റെൻസ് സൂപ്പർ ക്ലാസ് നെയിം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എഴുതാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും മെത്തേഡ്സ് ഓഫ് ബോഡി എന്തെങ്കിലും ക്ലാസ്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുക, കൊടുക്കാം. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ എയും ബിയും എന്ന് പറയുന്ന രണ്ട് ക്ലാസ് ഉണ്ട്. ക്ലാസ് എ ആണത്, അതുപോലെ തന്നെ ക്ലാസ് ബി ആണ്. അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് എൻ്റെ സൂപ്പർ ക്ലാസ് നെയിമാണ്, ക്ലാസ് ബി എന്ന് പറയുന്നത് എൻ്റെ സബ് ക്ലാസ് നെയിമായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് എയിലും ക്ലാസ് ബിയിലും എന്തൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ക്ലാസ് എയുടെ കേസിൽ ഞാനിവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രോഗ്രാം ഇൻഹെറിറ്റൻസിൻ്റെ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം സൂപ്പർ ക്ലാസ് തന്നെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എൻ്റെ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് എ ആണ്. അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഐയും ജെയും. ഷോ ഐ ജെ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാനിവിടെ വിളിച്ചിട്ടുണ്ട്. ആ ഷോ ഐ ജെയിൽ ഞാൻ ഐയും ജെയും പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എൻ്റെ ക്ലാസ് എയുടെ അകത്ത് എന്തൊക്കെയുണ്ട്? ഐയും ജെയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഷോ ഐ ജെ എന്ന് പറയുന്ന ഒരു മെത്തേഡും ഞാനവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ക്ലാസ് ബി ആണ്. അപ്പോൾ ക്ലാസ് ബിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ക്ലാസ് എയുടെ എല്ലാ പ്രോപ്പർട്ടീസും ക്ലാസ് ബിയിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് യൂസ് ചെയ്യണത്? എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതണം? ക്ലാസ് ബി എക്സ്റ്റെൻസ് എ, ക്ലാസ് എ. ഇനി ക്ലാസ് ബിക്കകത്ത് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് കെ ആണ്. അതിൻ്റെ അകത്ത് ഞാനൊരു മെത്തേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, വോയിഡ് ഷോ കെ എന്ന് പറഞ്ഞ മെത്തേഡ്. കെയുടെ വാല്യൂ എന്ത് ചെയ്തു? പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് ഞാൻ എൻ്റെ ക്ലാസ് ബിക്കകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ബിയും ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി നോർമലി ഞാനൊരു മെത്തേഡ് ഞാൻ കൊടുത്തു, അത് സം എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഐയുടെയും ജെയുടെയും കെയുടെ വാല്യൂ ഞാൻ എന്ത് ചെയ്തു? സം ചെയ്തു.
ഇനി നമ്മൾ മെയിൻ ചെയ്യണ പോലെ തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ 2 ഒബ്ജക്റ്റ് ക്ലാസ്സുകളായിട്ട് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. എൻ്റെ സൂപ്പർ ക്ലാസ്സും ഉണ്ട്, എൻ്റെ സബ് ക്ലാസ്സും ഉണ്ട്. ഇനി ഞാൻ എൻ്റെ മെയിൻ ക്ലാസ് എഴുതി. എൻ്റെ മെയിൻ ക്ലാസ്സിൻ്റെ പേരെന്ന് പറയുന്നത് സിമ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ്. അതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ട് നമുക്കറിയാം മെയിൻ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്. ഇവിടെ എത്ര ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യണം? എനിക്ക് സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡും പ്രിൻ്റ് ചെയ്യിപ്പിക്കണം, സബ് ക്ലാസ്സിലുള്ള മെത്തേഡും പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ എൻ്റെ സൂപ്പർ ക്ലാസ്സിലുള്ള മെത്തേഡിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൂപ്പർ ക്ലാസ്സിനെ കോൾ ചെയ്യണം. അപ്പോൾ എനിക്ക് സൂപ്പർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? അവിടെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സബ് ക്ലാസ്സിലെ മെത്തേഡ്സ് എനിക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സബ് ക്ലാസ്സിലെ മെത്തേഡിന് വേണ്ടിയുള്ള എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ക്രിയേഷൻ അവിടെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഞാൻ സൂപ്പർ ക്ലാസ്സിലുള്ള ഐക്കും ജേക്കും വാല്യൂ കൊടുത്തു. എന്നിട്ട് ഞാൻ ഐയുടെ വാല്യൂ ഷോ ചെയ്യിപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു? പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ സബ് ക്ലാസ്സിലുള്ള ഐക്കും വേയ്ക്കും ഞാൻ എന്ത് ചെയ്തു? ജേക്കും കേക്കും വാല്യൂ ഞാനിവിടെ കൊടുത്തു. അത് എന്ത് ചെയ്തു? കാരണം സബ് ക്ലാസ്സിൽ എങ്ങനെ ഐയും ചെയ്യും വന്ന് സബ് ക്ലാസ്സിൽ ആകെ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് കെ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറഞ്ഞായിരുന്നു സൂപ്പർ ക്ലാസ്സിൽ എല്ലാ പ്രോപ്പർട്ടീസും എവിടെ വന്നിട്ടുണ്ട്? സബ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? എക്സ്റ്റെൻസ് കീവേഡ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ക്ലാസ്സിലുള്ള ഐയും ജെയും എവിടത്തേക്ക് വരുന്നുണ്ട്? കെ ഇതിലേക്ക് സബ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 3ൻ്റെ വാല്യൂസ് നമ്മൾ കൊടുത്ത് സബ് ക്ലാസ്സിലുള്ളത് നമ്മൾ. അപ്പോൾ സബ് ക്ലാസ്സിൽ 2 മെത്തേഡ് വരും. ഷോ കെയും പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും, ഷോ ഐ ജെയും പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. കാരണം ഷോ ഐ ജെ എൻ്റെ സൂപ്പർ ക്ലാസ്സിലുള്ളതാണ്, അതും എൻ്റെ സബ് ക്ലാസ്സിലേക്കാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക? പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഐയുടെയും ജെയുടെയും വാല്യൂ പ്രിൻ്റ് ചെയ്ത് കിട്ടും. കെയുടെ വാല്യൂ സബ് ക്ലാസ്സിൻ്റെ വാല്യൂസിൽ കെയുടെ വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്യുക, സമ്മേഷൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും.